നമ്മൾ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലാണ്. ഗോയിങ് ടു എങ്ങോട്ടാ പോകുന്നത്? ഡൽഹി. ഡൽഹി. ഹലോ, കുറേ കാലമായിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കൃത്യമായിട്ട് അതിനകത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല, ശ്രദ്ധിക്കാനും പറ്റിയിട്ടില്ല. എന്നാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാമെന്ന് വിചാരിക്കുക. അത് ആദ്യത്തെ വീഡിയോ തന്നെ ഞങ്ങളുടെ ഒരു ഡൽഹി ട്രിപ്പാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാചക സംബന്ധമായ കാര്യങ്ങളായിരിക്കും ഈ ചാനലിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ഫാമിലിയായിട്ട് ഞങ്ങൾ ഡൽഹിക്ക് പോവുകയാണ്. അവിടുത്തെ മഞ്ഞൊക്കെ കാരണം ഫ്ലൈറ്റ് കുറേ ഡിലേ ആയിരുന്നു. അങ്ങനെ ഇരുന്ന് നരകിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതാ. അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി. ഇവിടുന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോകും. അതിനുശേഷം നമ്മുടെ അനിയത്തിയുടെ ഫ്ലാറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യം ഡൽഹിയിൽ കാണാൻ പോകുന്നത് അക്ഷരധാം ക്ഷേത്രത്തിലേക്കാണ്. ഇങ്ങനെ നമ്മളിവിടെ റിക്ഷ ഇവിടെ വളരെ കുറേ ഉണ്ട് ഡൽഹിയിൽ. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു സാധനമാണ് റിക്ഷ. അങ്ങനെ റിക്ഷയിൽ കയറി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. കണ്ടോ നമ്മുടെ ഇന്ത്യൻ പതാക എത്ര ഭംഗിയാണല്ലേ! ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ആവേശമാണല്ലേ നമ്മുടെ പതാക കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലെത്തി. ഇവിടുത്തെ കൊത്തുപണികളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസകരമായിട്ടുള്ളൊരു അമ്പലമാണ്. കുറേ ഏക്കർ കണക്ക് സ്ഥലത്തിലും നല്ല തിരക്കും. സന്ധ്യയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. മനോഹരമായ ഒരു അമ്പലമാണ്. സന്ധ്യാസമയത്ത് അവിടെ വാട്ടർ മാജിക്കൊക്കെ ഉണ്ട്. അത് കാണാനായിട്ട് തന്നെ ഒരുപാട് ആളുകൾ, നല്ല തിരക്ക്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇന്ത്യ ഗേറ്റിലേക്കാണ്. ഇന്ത്യ ഗേറ്റ് അടയ്ക്കുന്ന ഏകദേശ സമയത്താണ് ഞങ്ങൾ ഓടിച്ചെന്നത്. അതിനുശേഷം അവിടെ എല്ലാം കയറി അതിനകത്തെല്ലാം നടന്ന് കണ്ടു. പിന്നെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് പോയതാണ്. കാരണം ഡിസംബർ 24 എന്ന് പറയുന്നത് ഞങ്ങളുടെ 17th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അത് താജ്മഹലിൽ ആഘോഷിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഡൽഹിയിലേക്ക് പോയത്. ഡൽഹിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം പ്ലാൻ ചെയ്തതേ അവിടെ ചെല്ലുന്ന അടുത്ത ദിവസം 24-ാം തീയതി താജ്മഹൽ കാണാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് താജ്മഹലിൽ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ എടുത്ത് താജ്മഹലെത്തി. അവിടെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര തിരക്കായിരുന്നു. ഓൺലൈൻ എടുത്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോയേനെ. അങ്ങനെ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വേഗം അകത്തൊക്കെ കയറി. അവിടെ നിന്നൊരു ഗൈഡിനെയൊക്കെ എടുത്തു. അപ്പോൾ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുമോ. കൂടെയുള്ളത് എൻ്റെ അനിയത്തിയുടെ ഫാമിലിയാണ്. അവരവിടെ വർഷങ്ങളായിട്ട് അവളവിടെ ഡൽഹിയിലാണ്. ഹസ്ബൻഡും അവിടെയാണ്. അനിയത്തി എന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ്റെ മോളാണ്. അങ്ങനെ താജ്മഹലിനകമൊക്കെ കയറി കണ്ടു. ഗൈഡുള്ളത് കൊണ്ട് എല്ലാം വിശദമായിട്ട് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞു തന്ന് എല്ലാത്തിനെയും കുറിച്ച്. മോൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഗൈഡ് വേണം, കാര്യങ്ങളെല്ലാം നന്നായിട്ട്. എനിക്ക് താജ്മഹൽ എങ്ങനെയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ മോളുടെ നിർബന്ധമായിരുന്നു ഒരു ഗൈഡ് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും താജ്മഹലിനെ കുറിച്ച് അറിഞ്ഞ് കണ്ടു പോകണം എന്നുള്ളത് മോളുടെ നിർബന്ധമായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ ഡിസംബർ 25, അതായത് ക്രിസ്മസ് അന്ന് രാവിലെ ഞങ്ങൾ ക്യാൻ മാർക്കറ്റിലേക്കാണ് പോയത്. അത് അത്യാവശ്യം നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല കുറേ സാധനങ്ങൾ അവിടെ കിട്ടി. മോൾക്ക് ഇഷ്ടമുള്ള കുറേ ബുക്സ്. എവിടെ പോയാലും ബുക്സ് മാത്രം വാങ്ങിക്കുന്നു. ഭക്ഷണം പോലും 2-3 ദിവസം കൊടുക്കാതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ആശാട്ടിക്ക് എവിടെ പോയാലും അവൾ കുറേ ലിസ്റ്റുമായിട്ടായിരിക്കും പോകുന്നത്, അവൾക്ക് ബുക്സിൻ്റെ. അങ്ങനെ അവൾ ആഗ്രഹിച്ച ബുക്സൊക്കെ വാങ്ങിച്ചു. ഞാനും അവിടുന്ന് 1-2 ചുരിദാർ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചു. പക്ഷെ നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ക്രിസ്തുമസ് ആയതുകൊണ്ട് ലഞ്ച് കഴിക്കാനായിട്ട് കുറേ സ്ഥലങ്ങൾ നോക്കിയെങ്കിലും നമ്മുടെ മലയാളി ഇതൊന്നും കിട്ടുന്ന സ്ഥലങ്ങളൊന്നും അധികം കണ്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് വേറെ പേര് ഞാൻ മറന്നുപോയി, ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്തു. ചെന്നപ്പോഴേ അവർ പറഞ്ഞു ഞങ്ങൾ ബുക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ 1 to 2 ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാൻ മാർക്കറ്റിലൊക്കെ കറങ്ങി അവിടെ ചെന്നപ്പോൾ 3:30 മണിയായി. അപ്പോൾ 1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസാക്ക്
1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ വിശന്നൊരു പരുവായ ഞങ്ങളുടെ അവസ്ഥ കണ്ടായിരിക്കും അവർ പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അന്ന് രാത്രി സജിയുടെ ഒരു ബന്ധു, ഒരു കസിൻ സിസ്റ്റർ താമസിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് 1 മണിക്കൂർ ദൂരെ. അവരുടെ വീട്ടിലേക്ക് പോയി. അവർ ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ വരണം എന്ന്, ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് അവിടെ പോയിരുന്ന് നല്ല പൊളിപ്പൻ ലഞ്ചൊക്കെ കഴിക്കായിരുന്നു. പിന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് ചേച്ചിയും ചേച്ചിയുടെ 3 മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വേറൊരു സ്ഥലത്താണ്, ഹരിയാനയിലാണ് ജോലി ചെയ്യുന്നത്. 3 പെൺകുട്ടികളാണ്. അവരുടെ വീട്ടിൽ പോയി നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു. കുറേ നേരം നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിള്ളേരുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ തിരിച്ച് രാവിലെ ആയപ്പോൾ ഞങ്ങൾ കുത്തബ് മീനാർ കാണാൻ പോയി, ഡേ 3. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ ഭയങ്കര മൂടൽമഞ്ഞാണ്, തണുപ്പാണ്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരുപാട് തവണ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ എന്താണെന്നൊക്കെ മനസ്സിൽ ആലോചിച്ചു. എന്നാലും ഒരു ധൈര്യം സംഭരിച്ചു പോയതാണ്. എല്ലാ ആളുകളും പറഞ്ഞു നിങ്ങൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റത്തില്ല എന്ന്. ഞങ്ങൾ ചെന്ന അന്ന് മുതൽ ഞങ്ങൾ പോരുന്ന അന്നാണ് പിന്നെ അവിടെ ഒരു മൂടൽമഞ്ഞ് കണ്ടത്. നല്ല വെയിലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങാൻ പറ്റി. കുത്തബ് മീനാറൊക്കെ പോയി കണ്ട്, എല്ലായിടവും കണ്ട്, ഫോട്ടോസൊക്കെ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു. മക്കൾ നന്നായിട്ട് ഫോട്ടോ എടുത്ത് അവിടെയൊക്കെ നടന്ന് കണ്ട്. കുറേ സ്ഥലമുണ്ടല്ലോ അവിടെ കാണാൻ. എല്ലാത്തിലും കയറി എല്ലാം കണ്ടു. മോനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും കുത്തബ് മീനാറിൽ പോയപ്പോൾ ഒരു ഗൈഡിനെ കൂട്ടാഞ്ഞതിൻ്റെ എല്ലാ കുറവുകളും ഉണ്ടായിരുന്നു. കാരണം എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു നന്നായേനേന്ന് വിചാരിച്ചു. രാത്രി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി. ആ സമയത്ത് അവിടെ ഓപ്പൺ ആയതുകൊണ്ട് അതെല്ലാം കയറി, അതുവഴിയെല്ലാം കയറി കണ്ട്. പാർലമെൻറ്റും കയറി കണ്ട്. 2-3 തവണ അതുവഴിയെല്ലാം കറങ്ങിയിട്ടാണ്. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. ആ റോഡുകളും എത്ര നന്നാക്കി ഇട്ടിരിക്കുന്നു, നല്ല നല്ല ഭംഗിയായി കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിക്ഷയിലൊക്കെ കയറി. അവിടെ ഒരു മാളുണ്ട്, വീനസ് മാൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ പേരെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് കറക്റ്റ് അത് അങ്ങനെ അറിയത്തില്ല. വീനസ് മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളിൽ പോയി. പിള്ളേർ ഫുഡൊക്കെ KFC, എവിടെ പോയാലും അവർക്കൊക്കെ അത് മതിയല്ലോ. അതൊക്കെ ഓർഡർ ചെയ്തതിൻ്റെ പകുതി അവർ വേസ്റ്റാക്കി. കഴിക്കാൻ പറ്റാത്തതുപോലെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. അവസാനം ഞങ്ങളത് കഴിക്കേണ്ടി വന്നു. പിന്നെ അടുത്ത ദിവസം അവിടെ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സ്വീറ്റ് കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് സ്വീറ്റ്സൊക്കെ നാട്ടിലേക്ക് എല്ലാവർക്കും വാങ്ങിച്ചു. ഞങ്ങൾ പോരുന്നതിൻ്റെ അന്ന് രാവിലെ, അതായത് 29th രാവിലെയാണിത്. അന്നാണ് ഞങ്ങൾ ഡൽഹിയിൽ ചെന്നതിന് ശേഷം ഒരു കനത്ത മൂടൽമഞ്ഞ് കാണുന്നത്. ഇവിടുന്ന് പേടിച്ച് മൂടൽമഞ്ഞാണ്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ഞങ്ങൾ, വെയിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന അന്ന് ഞങ്ങൾക്ക് നേരെ ഒരാൾ കൂട്ടിയിടിച്ചാൽ കാണാത്ത പോലെ മഞ്ഞായിരുന്നു തിരിച്ചു വരുന്നതിൻ്റെ അന്ന്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. നല്ല തിരക്കാണ് എയർപോർട്ടിൽ. 4-5 ദിവസം നന്നായിട്ട് ശരിക്കും എൻജോയ് ചെയ്ത് കേട്ടോ. ഡൽഹി എല്ലാവരും ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. പറ്റിയ എല്ലാ ആളുകളും പോയി കാണും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡൽഹിയിലേക്ക് പോകുന്ന മോക്കായിരുന്നു ഭയങ്കര നിർബന്ധം ഡൽഹിയിൽ പോകണം. എനിക്ക് എന്തോ അങ്ങ് മടിയായിരുന്നു ഡൽഹിയിൽ പോകണം. ഞാൻ എപ്പോഴും ബാംഗ്ലൂർ, എൻ്റെ സിസ്റ്ററൊക്കെ ബാംഗ്ലൂരുള്ളതുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എന്തായാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഫ്ലൈറ്റിൽ കയറുന്നിടം വരെ പിന്നെ വേറൊരു ടെൻഷൻ എന്നാന്ന് വെച്ചാൽ ഫ്ലൈറ്റ് പോകുമോ, ഒരുപാട് ഡിലേ ആയിരുന്നു മഞ്ഞ് കാരണം തിരിച്ചു വന്നപ്പോൾ. ഇനി ഒരു നല്ല അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ, ബൈ.